എന്നാ തിരക്കാന്നറിയോ പണത്തിന്? എന്റെ പൊന്നെ, കപ്പലിന്റെ വെക്കണോണ്ട് എന്ന് പേപ്പർ വായിക്കാൻ പറ്റും. എന്തെല്ലാം വാർത്തകളാണ്. വിപ്ലവകാരി അബുബക്കർ അന്തരിച്ചു. ദുഃഖാർത്തരായ മക്കള് മുനീർ, സുനീർ, ജാഫർ, ജഫീർ, രോഹിണി. അല്ല, ഭയങ്കര വിപ്ലവകാരിയാണെന്ന് പറയുന്നു. അതെ അതെ. എത്ര മക്കളാണ്? 16 മക്കളുണ്ട്. ഇതിന് ഈ വിപ്ലവത്തിനൊക്കെ എവിടെയാണ് സമയം കണ്ടെത്തിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വിപ്ലവം മുഴുവൻ വീട്ടിലായിരുന്നു. അതാ. കപ്പലണ്ടി ആണോ? വേണ്ട വേണ്ട വേണ്ട, ശരിയാവത്തില്ല. കപ്പലണ്ടി സൂപ്പർ കപ്പലണ്ടി അല്ലേ? വേണ്ട, ഇപ്പൊ ശരിയാവത്തില്ല. ഈ സമയത്ത് ശരിയാവില്ല. ആണോ? പടം എങ്ങനെയുണ്ട്? പടം സൂപ്പർ പടം അല്ലേ? ഉഗ്ര സിനിമ. ഇവിടെ ഇയാൾ പറയുന്നത് കേൾക്കരുത് കേട്ടോ. എന്തേ? കഴിഞ്ഞ പടത്തിന് ഞാൻ ഇയാളുടെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ കയറിയതാവും. സൂപ്പർ പടമെന്ന് പറഞ്ഞ് കയറിയിട്ട് ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. ആര് പറഞ്ഞു കാശിന് കൊള്ളത്തില്ലെന്ന്? എത്ര രൂപയുടെ കപ്പലണ്ടി മേടിച്ചാ കയറിയത്? 150 രൂപയുടെ. 150 രൂപയുടെ? ആ, കപ്പലണ്ടി തിന്നുക സിനിമ ആണോ? 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ചിട്ട് കയറണ്ടേ? അല്ലെങ്കിൽ പടം കാണാൻ പറ്റുമോ? 150 രൂപയുടെ കപ്പലണ്ടി ഒക്കെ മേടിച്ചിട്ട് ആരെങ്കിലും സിനിമക്ക് കയറുമോ? എന്നാ പറയാനാ? അതാ വയറുവേദന എടുക്കണം. കപ്പലണ്ടി 10 രൂപ വേണം. 10. പിന്നെ പടം എങ്ങനെയുണ്ട്? പടം കിടിലം പടം. ഇടിയുണ്ടാ? ഇടി പടത്തിലില്ല, പടം കാണാനായിട്ട് ഇടിയുണ്ട് പുറത്ത്. മമ്മൂക്കട പടം. മമ്മൂക്കട കിടിലം പടമല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്ര ക്ലിക്ക് ഒരു പടം. 4ാം ഭാഗമല്ലേ? സേതുരാമയ്യർ CBIയുടെ നേരറിയാ CBI 4ാം ഭാഗം. സസ്പെൻസ് ആണ്, സസ്പെൻസ്. ഞാനൊരു മമ്മൂട്ടി ഫാനാ. അല്ല, കാറ്റടിച്ചത്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താ. ഉപദ്രവിക്കും. അങ്ങനല്ല, എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധന ഉണ്ടല്ലോ. അങ്ങനെ പടം സസ്പെൻസ് പടം. പടം സസ്പെൻസ് അല്ലേ എണ്ണം? കൊലപാതകം അല്ലേ? സേതുരാമയ്യർ CBI ഒക്കെ കണ്ടില്ല? നേരറിയാ CBI. കൊലപാതകി ആരാണെന്ന് കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടം കണ്ടിട്ട് കാര്യമില്ല. ആരാ കൊല്ലണം എന്നറിഞ്ഞ് പടം കണ്ടോ സസ്പെൻസ് പോയി. പക്ഷെ അതാണ് സംഭവം. ആരാ കൊല്ലണം അറിയരുത്. നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ട്, കാരണം ഞാൻ തിരുനെൽവേലി സ്ലാബിന്റെ പണിയാ. അപ്പൊ അവിടെ കൂട്ടുകാരൊക്കെ അവിടെ കണ്ടു. ഞാൻ ചോദിച്ചില്ല. കൂട്ടുകാർ കഥ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കയറി കണ്ടിട്ട് കാര്യം. എന്റെ അണ്ണ കഥ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ പടം കണ്ടിട്ട് കാര്യമില്ല. ക്ലൈമാക്സിൽ എഴുന്നേറ്റ് നിന്ന് കയ്യടിയാണ്. അതാണ് ഒറ്റക്ക് എല്ലാരും കൊല്ലുകയാണ്. പക്ഷെ ഈ കഥ അറിഞ്ഞിട്ട് ഞാൻ അത് കയറി കണ്ടിട്ട് യാതൊരു കൊലപാതക ആരാണെന്ന് അറിഞ്ഞിട്ടാണ് കണ്ടിട്ട് കാര്യമില്ല. ജഗദീഷാണ് ടൈലർ മണിയനാവത്. പക്ഷെ ഈ നാട്ടിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. അതാണ് കാര്യം. ജഗദീഷാണ് എല്ലാരും കൊല്ലണം. മൊത്ത ടീമിനെ കൊല്ലും. അതാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് അകത്ത് കയറി പടം കണ്ടിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ ഈ പടം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. താൻ ഈ കലമൊത്തം പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ കാര്യത്തിൽ അതിനകത്ത് കയറി കാണുന്നത്? ആവശ്യം പറഞ്ഞ താൻ പടത്തിന്റെ കഥ പറയുമോ? എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കേസ്, എന്തൊരു കട്ടമെന്ന് പറയുന്നത്. ഒരാവശ്യം തന്നോട് ഞാൻ ചോദിച്ചു, ഇതിന്റെ കഥ ഞാൻ ചോദിച്ചാൽ എന്റെ പൈസ ഇപ്പൊ പോത്തില്ല. ഞാൻ അത് കയറി പടം കാണുമ്പോ ഗീതാ വിജയന്റെ മണി തലക്കടിച്ചു. പൊന്നടാവേ, അണ്ണ മമ്മൂട്ടിയുടെ ഫാനാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു ആവേശത്തിന് കയറിയിട്ട് ഇനിയിപ്പോ ഏത് പടം കാണാൻ പറ്റും? എനിക്ക് ആ പടം കാണാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യും, മറ്റേ പടം പോയി തോന്നിയാസം പറയല്ലോ. ഞാൻ എന്റെ ഫാമിലി ആയിട്ട് വന്നിട്ട് മറ്റേ പടത്തിനാണല്ലോ ഞാൻ പോണേ. അയ്യോ, മറ്റേ പടം പുലിമുരുക. മറ്റേ തിയേറ്ററിൽ പുലിമുരുകൻ ഉണ്ടാ? പിന്നെ സൂപ്പർ പടം. ഞാനൊരു ലാലട്ടൻ ഫാനാ. അല്ല, കഥ മനസ്സിലായപ്പോ മാറ്റി ലാലട്ടൻ ഫാനാ. അപ്പൊ മാറുമല്ലേ? ഫാൻസിന്റെ കാര്യമൊന്നും പറയാനൊക്കെ അല്ല, അപ്പൊ മാറും. ഈ പടം സൂപ്പർ പടം പുലിമുരുകൻ ആണോ? ഉഗ്ര സിനിമ 150ാമത്തെ ദിവസം ഫുൾ ഹൗസ് ഫുള്ളാ. പുലിയെ കാണിക്കൂ. പിന്നെ പുലിമുരുകൻ സിനിമയിൽ എലീനെ കാണിച്ചിട്ട് എഴുതാൻ പറ്റുമോ? പുലിമുരുകൻ പുലിയുടെ സിനിമ അല്ല, അങ്ങനല്ലേ? വലിയ പുലിയാണോ? അത് അറിയാനുള്ള ഒരു എന്റെ എണ്ണം പോ ചെല്ലി. ചുമ്മാ ഇവിടെ ഞാൻ അതിന്റെ കഥ വല്ലതും പറഞ്ഞു. കഥ പറയണ്ട. ഇല്ല, നമ്മൾ പുലിയെ കാണിക്കുമെന്ന് പറഞ്ഞാൽ പുലിയെ എലിയെ കാണിക്കും. നമ്മള് ചെല്ലി സിനിമ ആണ്. പോ ചെല്ലി പോ. ഇത് വിഷമിക്കാതെ ഞാൻ ചോദിച്ചത്, ഞാൻ അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ട്. പുലിയെ കാണിക്കില്ലയോ? അതാണ്. പുലിനെ കാണിക്കുക, വലിയ പുലി. അതാണ് അറിയുന്നത്. അത് മാത്രം അറിയാം. പുലിമുരുകൻ വലിയ പുലിനെയാണ് കാണിക്കുന്നത്. ചെല്ലി പടം കാണുമ്പോ. അല്ല, ഈ പുലിയുടെ സംഭവം പുലിയെ കൊല്ലുമില്ലെന്ന് പറയണ്ട. അതാണ് കാണുമ്പോ ഒരു ഇതുണ്ടല്ലോ. പുലിയെ കൊന്നു കഴിഞ്ഞാൽ ഇപ്പൊ അണ്ണന്റെ അച്ഛനെ ഞാൻ എന്തായാലും ചെയ്ത അണ്ണൻ എന്ത് ചെയ്യും? ഇങ്ങനെ വയലന്റ് ആവില്ല. സിനിമയിലെ കാര്യം പറഞ്ഞല്ലേ. ഈ പുലിമുരുകന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ അച്ഛനാ കാട്ടി വെച്ച് പുലി അച്ചറം പുച്ചറ കടിച്ച് തിന്നെയാണ് ഇവന്റെ മുമ്പിൽ വെച്ചിട്ട്. ഒരു ഇച്ചിരി വേസ്റ്റ് പോലും ഇടാതെ മൊത്തം പുലി തിന്നെയാണ്. പുലിയോട് വൈരാഗ്യമായിട്ട് പിന്നൊരു പാട്ടാണ്. പാട്ടിലിങ്ങായിട്ട് വളർന്നു വന്ന ആരാ? നമ്മുടെ ലാലേട്ടൻ. ഒറ്റ അവിടെ കയ്യടി ബിസിലടി തിയേറ്ററിൽ ബഹളാണ്. കണ്ടു നോക്കണം 150 ദിവസം. പിന്നെ വിടുവാ.
ലാലേട്ടൻ നേരെ നമ്മുടെ ചൂണ്ട പോലത്തെ ഒരു കോർത്ത സാധനം ഉണ്ടാക്കി വെച്ചേക്കണി എറിയാൻ. ഏത് പുലിനെ കണ്ടല്ല അപ്പൊ എറിഞ്ഞെറിഞ്ഞ് കൊല്ലിയിടും. പക്ഷെ ഒരു സംഭവം മൈനേനെ നമ്മുടെ ഇൻസ്പെക്ടർ നോട്ട് വളർത്താനായിരിക്കും. മൈനെ വളർത്തും, നമ്മുടെ മൈനെ വളർത്തും. പുലിമുരുകന്റെ ഭാര്യയാണ് മൈന. ഓ പുലിമുരുകൻ വരെ അവളെ പിടിക്കാനും ഒറ്റ ചവിട്ടാണ് കഥ തെറിച്ചു പോയത്. പക്ഷെ ഡാഡി അനിയന കഞ്ചാവ് കേസ് പ്രതിയാക്കും. അല്ലെങ്കിൽ ഡാഡിയെ കൊന്ന കേസിലാണല്ലോ മോഹൻലാൽ പുലിയെ കൊല്ലുന്നത്. അങ്ങനെ അതല്ലല്ല, ഇതിലെ വില്ലനാണ് ഡാഡി ഗിരിജ. ഡാഡി ഗിരിജ പിന്നെ അവിടുന്ന് അവരെ സേഫ് ചെയ്ത് അണ്ണ എല്ലാരും അടിച്ച് നിരത്തി എന്റെ പൊന്നു എന്ന് പറയട്ടെ. ക്ലൈമാക്സിൽ എല്ലാ പുലിനെ കൊന്ന് പുലിമുര അടിപൊളിയായിട്ട് വരിക, കിടുക്കനാകെ. ഈ പടമാണ് എനിക്ക് ആവശ്യം. ഇതാണ് എനിക്ക് ആവശ്യം. സൂപ്പർ പടം. ടിക്കറ്റ് കാശാ. ടിക്കറ്റ് അവിടെയാണ് എടുക്കേണ്ടത്. എടാ ഇനിയിപ്പോ ഞാൻ ഈ പൈസ കൊടുത്ത് അവിടെ പോയി ടിക്കറ്റ് വല്ല കാര്യമുണ്ടോ പടം കണ്ടിട്ട്? താൻ എന്തിനാണോ താൻ എന്നോട് ഈ സിനിമ പറയുന്നത്? ആവശ്യമില്ല ഉള്ള താൻ. ഞാൻ പറയും മലയാള സിനിമയുടെ ശാപം എന്ന് പറഞ്ഞാൽ വ്യാജ സീഡി അല്ല, തന്നെ പോലുള്ള കപ്പലിന്റെ ഉറപ്പുകാരാ. എടാ താനൊക്കെ ഈ വരുന്നവരൊരു കഥ പറഞ്ഞു വെച്ചാൽ ആരുടെ സിനിമ ആണ് കൊടുത്താൻ? ഇതെല്ലാം കൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കേസ് പറയാം. കപ്പലണ്ടി വേണോ ഇനി? കപ്പലണ്ടി വേണ്ട, എനിക്ക് മനസ്സിലായി. കപ്പലണ്ടി വേണ്ടേ? ചിലത്തെ കപ്പലണ്ടി എന്ന് പറഞ്ഞാണ് ഞാൻ നടക്കുന്നത്. കിട്ടിയോ? ഓടി അങ്ങോട്ട് ചെണ്ടിക്കല്ലേ. എടീ കഥ മുഴുവൻ ഇയാൾ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് കാര്യത്തിനാണ് സിനിമ കാണുന്നത്? ഞാൻ എന്തോ കഥ പറഞ്ഞു ചേച്ചി? ഈ സിനിമ നേരറിയാൻ CBI അണ്ണ മമ്മൂട്ടിയുടെ ഫാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കഥ അറിഞ്ഞത് കൊലപാതക പടമാണ്, ആരാണ് കൊല്ലണമെന്ന് അറിഞ്ഞിട്ട് പടം കണ്ടിട്ട് കാര്യമില്ല. ഇതിനാണ് ജഗദീഷാണ് എല്ലാരെയും കൊല്ലണം, അതാണ് പറഞ്ഞത്. അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ കഥ മൊത്തം പറഞ്ഞാ എന്റെ അടുത്ത് കൂടെ പറഞ്ഞു കൊളാക്കണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, പുലിമുരുകന്റെ ഒന്നും മിണ്ടിയിട്ടില്ല, അത് പോയി കാണാം. അല്ലെങ്കിൽ അപ്പുറത്തെ തിയേറ്ററിൽ ലേലമുണ്ട്, സോമനുണ്ട്, കുത്തിക്കൊല്ലും. സോമൻ എനിക്ക് എന്തോ പോലെ തോന്നുന്നു കേട്ടോ. നിനക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ വന്ന പോലെ. എന്താ കാര്യം? ഭയങ്കര ടെൻഷൻ. എനിക്ക് നെഞ്ചൊക്കെ എന്തോ വെപ്രാൾ എടുക്കും പോലെ തോന്നുന്നു കേട്ടോ. അതെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ഭർത്താവായിട്ട് ഇങ്ങോട്ട് വരുമോ ഒന്ന് പേടി. പൊട്ടി അവൻ പണിക്ക് പോയിരിക്കില്ല, നീ തന്നെ. എന്നാലും പണിക്ക് പോയിട്ടെങ്ങാനും പണി നിർത്തി ഇങ്ങ് വന്നാലോ? എടി ഇപ്പൊ എന്റെ വീട്ടിൽ അവൻ പണിയുവാ. ഞാൻ പറയൂടാ പണി നിർത്തി വെച്ചാൽ നീ ഒരു സിനിമ കണ്ടിട്ട് വരാൻ ഞാൻ പറയൂ. അങ്ങനെ വിടത്തില്ല, അവിടുന്ന് വിടത്തില്ല. എന്നാലും ഒരു ടെൻഷൻ ചേട്ടാ. പെണ്ണിന് എന്തൊരു ടെൻഷനാണ്. നീ ആ ലാലുവിന്റെ നമ്പറിക്കുന്നു. ഏത് ലാലു? എന്റെ ഭർത്താവിന് ഒരു ലാലു. 9856 ടെൻഷൻ അടിക്കണ്ട. നിന്ന് ഞാൻ ഇവിടെ നീ ടെൻഷൻ അടിക്കണം. ഹലോ ലാലു അല്ലേ? അതെ. എവിടെ ഉണ്ട് ഇപ്പൊ? പണിസ്ഥലത്താണല്ലോ. ഇപ്പോഴെങ്ങാനും പുറത്തോട്ടെങ്ങാനും പോകുന്നുണ്ടോ? ഇല്ലെന്നാ തട്ടിന് മേളിൽ ഇരിക്കുവന്നേ. ആണോ? ആ ഓക്കെ. ആരായിരുന്നു? അല്ല റോങ് നമ്പറാ. ഹലോ അല്ലല്ല എടി അവൻ തട്ടിന്റെ മോളിൽ ഇരിക്കുക. അവൻ തട്ടിന്റെ മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സിനിമയും കണ്ടേച്ച് പാർക്കിൽ പോയി ഒരു റൗണ്ട് ചുറ്റി അടിക്കാനുള്ള സമയം നമുക്ക്. ഐസ്ക്രീം ഇല്ല ഞാൻ മേടിച്ചു ഞാൻ. നിനക്ക് എവിടെ പോകണം? ഞാൻ കൊണ്ടുപോയില്ലേ. പണിപ്പാളും എന്താ? എന്റെ പെണ്ണുമ്പിള്ളയുടെ വീടിന്റെ അപ്പുറത്തുള്ള അനീഷ് എന്ന് പറഞ്ഞ പയ്യനാ. അവൻ എന്നെ കണ്ട വിഷയവും. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണം. നീ അങ്ങോട്ട് മാറിയെന്നു. നമ്മൾ യാതൊരു ബന്ധമില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒന്നും പേടിക്കാൻ. ചോദിച്ചടാ ഇതന്നെ എവിടെ മനസ്സിലായില്ലേ? എന്നെ അനീഷ്. ഞാൻ ഗോപിയല്ല സുഹൃത്തേ. വല്ല പണിയുണ്ടേ പോ. എന്റെ വീടിന്റെ അടുത്ത് ചേട്ടൻ കെട്ടിയേക്കണത് എന്നെ മനസ്സിലായില്ലേ? താമ്പോടെയൊക്കെ നീ ഏതാ? എനിക്കറിയാൻ പാടില്ല എന്നെ. ഇതെന്താ എങ്ങനെ? പുള്ളി എന്റെ വീടിന്റെ അടുത്ത് കെട്ടിയേക്കണ. പുള്ളി വർഷങ്ങളായിട്ട് പരിചയമുള്ളാണ്ട് പുള്ളിക്ക് എന്നെ അറിയാൻ പാടില്ല. എന്തൊരു ചൂടാ, വെറുതെ ആവശ്യമില്ല നമ്മളൊരു സിനിമ കഥ പറഞ്ഞു. എനിക്ക് തോന്നേ ഒരുപോലത്തെ 7 പേരുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും രൂപസാദൃശ്യമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിടേണ്ട കാര്യം അറിയാൻ പാടില്ല. അതാണ് മോനെ. എന്തുണ്ടാ വിശേഷം? ചേട്ടൻ അറിയില്ലാന്നല്ലേ പറഞ്ഞത്? കപ്പലിന്റെ ഉണ്ടാ? വേണ്ട, എനിക്ക് കപ്പലിന്റെ വേണ്ട. എടാ നിന്റെ ഗോപിച്ചേട്ടനാണ് ഞാൻ. ആദ്യം പറഞ്ഞ എല്ലാവരും മുമ്പിൽ ചേട്ടൻ അറിയില്ലാന്ന് പറഞ്ഞല്ലോ. എടാ തമാശ പറഞ്ഞാൽ തമാശ പറഞ്ഞാ ഞാൻ. തമാശ പറഞ്ഞാണ്. പിന്നെ എന്നെ ഈ തിയേറ്ററിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ വെച്ച് കണ്ട കാര്യം നീ അവിടെ ചെന്ന് അവിടെ ആങ്ങളയോടോ അമ്മായോ അങ്ങനെ പറയാൻ നിൽക്കണ്ട. ചേട്ടൻ കണ്ടെന്ന് പറഞ്ഞ തന്നെ അല്ലല്ല, അങ്ങനല്ല. ഞാൻ ഈ പെങ്കൊച്ചുമായിട്ട് ചുറ്റിക്കറങ്ങി സിനിമ പറയാം. ഈ പെങ്കൊച്ചായിട്ട് ഞാനുമായിട്ട് വന്നിട്ട് അങ്ങനെ പറയണ്ട. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ചേട്ടനിപ്പോ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ പെങ്കൊച്ചായിട്ട് വന്നെന്ന്. കുഴപ്പമില്ല, ഞാൻ പറയണില്ല. അതെ, എനിക്കൊരു ടിക്കറ്റ് എടുത്തരാം, കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടില്ല. ഒരു 500 രൂപ എടുക്കാൻ. അല്ല 500 രൂപ എന്റെ പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേനെ അതാണ് ഇല്ലാത്തതുകൊണ്ട്. അല്ല കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ പോയിട്ടേ. അല്ല വീട്ടിൽ പോയി ഒന്നുകൂടാ. നിനക്ക് 1000 രൂപ ഞാൻ തരൂലേ? 1000 രൂപ വരില്ല. പിടിച്ചാ 500 മതിയാ? 500 മതി. ഇപ്പൊ തൽക്കാലം 500 മതി. അപ്പൊ ഇപ്പൊ ആരോടും പറയാൻ നിൽക്കില്ലാട്ടാ. അടിപൊളിയായിട്ട് ഞാൻ ബിരിയാണി കഴിച്ചോളാം. ബിരിയാണി ആവശ്യമില്ലാത്ത കേസ്. ആവശ്യമില്ലാത്ത കേസ്, ഒരാവശ്യമില്ലാത്ത കേസ്. തൊലികളഞ്ഞ കപ്പലണ്ടി എടുക്കട്ടെ. വണ്ടികളെ ചന്നാലപ്പോ ഞാൻ നിൽക്കാം. അപ്പൊ തന്റെ ഒലികളഞ്ഞ അപ്പണ്ടീനെ വല്ല കാര്യമുണ്ടോ? ചെന്ന് തല വെച്ച് കൊടുക്കുക. അവൻ ശ്രദ്ധിക്കാതെ പോയതല്ലേ. ഞാൻ അറിഞ്ഞില്ലല്ലോ, അവൻ അറിയത്തില്ലെന്നുള്ള എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്ത് നമ്മളിത് എത്ര ഇവിടെ നിന്ന് കാണാണ്. കുഴപ്പമില്ല, നീ വാ. ചേട്ടാ വേറെ വിഷയം
ആരാ? എങ്ങോട്ടാ? അത് കൊള്ളാം. വന്ന് സിനിമാ തിയേറ്ററിൽ ആവാസന്മാരുടെയും ഭൂവാലന്മാരുടെയും ചെല്ലും. കാരണം ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അതൊന്നും സ്വന്തം ഭാര്യയായിട്ടൊരു സിനിമയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ എന്റെ ഭാര്യയാണ് സുഹൃത്തേ. എന്റെ ഭാര്യയാണോ? ആ, അവള് പറയട്ടെ. അവള് ഊമ, അവള് മിണ്ടത്തില്ലല്ലോ. അപ്പൊ അവള് ഊമയല്ല, ഉമ. എന്റെ ഭാര്യ. എന്റെ ഭാര്യ. എന്റെ ഭർത്താവ് ലാലു. അപ്പഴത്തുണ്ടോ തുലികളാണ്? ഹലോ ഹലോ. ലാലു അല്ലേ? അതെ. ലേലു അല്ലേ? ഗോപി. ആണോ? നീയല്ല ഗോപി. അപ്പൊ ഞാനാ ഗോപി. അപ്പൊ നീയാണ് എന്റെ ഭാര്യ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഗോപി. ഞാൻ പക്ഷെ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ഇന്നലെ ഞാൻ വൈകിട്ട് വിളിച്ചത് ആക്ച്വലി നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്നിച്ച് സിനിമയ്ക്ക് വരാം എന്ന് പറയാനാണ് ഞാൻ ഇന്നലെ വിളിച്ചത്. നമ്മൾ ഒന്നിച്ച് അല്ല, അപ്പൊ പെങ്ങളുകുട്ടി പറഞ്ഞു ഏട്ടൻ ഫ്രീ അല്ല, ഏട്ടൻ തട്ടിന്റെ പണിക്ക് പോയി, അതുകൊണ്ട് പെങ്ങളുകുട്ടി ആങ്ങളെക്കുട്ടിയായിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. അല്ല യാതൊരു ദുരുദ്ദേശവും അതിനകത്ത്. ആങ്ങളെയും മകളും കൂടെ അങ്ങനെ വന്നതാണ്. ആങ്ങളെയും മകളും കൂടെ അങ്ങനെ വന്നതാണല്ലേ? എടി നാളെ കൊണ്ടോടി നിനക്ക്. സ്വന്തം ഭർത്താവിനെ പണിക്ക് വിട്ടിട്ട് പലരും കൂടെ സിനിമയ്ക്ക് എന്നെ കുറിച്ച് ഓർത്തോ? നീ നമ്മുടെ മക്കളെ നീ രാവിലെ എന്നെ തന്നെ വിളിച്ചു പറഞ്ഞേ. നീ രാവിലെ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞ നിന്റെ പുനലൂരുള്ള മാമന് അസുഖമാണ്, പുള്ളി ഹോസ്പിറ്റലിലാണ്, ഞാനിന്ന് പോയി കണ്ടോട്ടെ ചേട്ടാന്ന്. ഞാൻ പറഞ്ഞു നീ പൊക്കോ, വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാണല്ലേ നിന്റെ ബാബുമാമൻ. നിന്റെ അസുഖം ഞാൻ മാറ്റി തരാം. എനിക്ക് അസുഖമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാണയില്ലോടോ വല്ലവരെയും ഭാര്യയായിട്ട് സിനിമക്ക് വരാനായിട്ട്? നാണയില്ല തനിക്ക്? താൻ എരുതിയിൽ എണ്ണ ഊരിക്കല്ലേ? കപ്പലണ്ടിയുടെ കറുത്ത് പോയി. സത്യം പറഞ്ഞാൽ 500 രൂപയുടെ ഗുണം ചെയ്തിട്ട് എനിക്കായി പുള്ളിക്കാൻ. എന്താ 500 രൂപ? പുള്ളിക്കാരൻ ഇപ്പൊ സിനിമ കാണാൻ തിയേറ്ററിൽ വന്നെന്ന് വെച്ചു. 500 രൂപ ടിക്കറ്റ് എടുത്ത് കപ്പലിന്റെയൊക്കെ മേടിക്കുന്ന 500 രൂപ പോകുമോ? ഇതാകുമ്പോ അവളെ കൊണ്ട് ഞാൻ എന്റെ ചെലവിൽ കൊണ്ടുവരുന്നു. പുള്ളിക്ക് വൈറ്റ് എന്ന് കഥ പറഞ്ഞു കൊടുത്താൽ പ്രശ്നം. സംഭവം അവന് ഉപകാരം ചെയ്തേക്കണം. എന്തുപകാരം? ഇപ്പൊ നിങ്ങളുടെ ഭാര്യ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കഥ പറഞ്ഞു തരും. അപ്പൊ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കും. കാരണം കണ്ണടിച്ചു പോലെ നിങ്ങൾക്ക് ഗുണമാണ്. നിന്റെ ഭാര്യയാണ് വല്ലവരും കൂടെ സിനിമയ്ക്ക് നീ സഹിക്കുവോ? ഞാൻ സഹിക്കും. കൊടുകൈ അവള് 3 പോയിട്ട് 3 കൊല്ലം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ സഹിച്ചില്ല. ഒരു കുഴപ്പമില്ല. നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്യണ്ട. അല്ല പോരെ കയറ്റി വെച്ചു. നാളെ മാറി നിനക്ക് നീ സഹിക്കുവോളാ? ഞാൻ സഹിക്കില്ല. എന്താ? അല്ലെ പിന്നെ ഞാൻ തന്നെ പോലെ മണഗുണാഞ്ച ഭർത്താവായിരിക്കും. എന്നെ ഇവള് മണങ്ങളാക്കിയതാണ് നീ എന്നെ. നീ എന്നെ കുറിച്ച് നമ്മുടെ ചെഞ്ചൂരിനെ പോണിനെ കുറിച്ച് ഓർത്തോടി നീ. ഇല്ല, ഇനി നീ ആയിട്ട് ജീവിക്കുന്ന പരിപാടിയില്ല. ഡൈവോഴ്സ് 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 ഡൈവോഴ്സ്. പൊന്നൂസേ, ടിക്കറ്റ് കിട്ടി. പടത്തിന് ടിക്കറ്റ് കിട്ടിന്ന്. ആരെ? പൊന്നൂസ്. എന്നെ അല്ലല്ലേ വിളിച്ചത്? അല്ല, എനിക്ക് താല്പര്യമില്ല. പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ അല്ലേ? വാ പൊന്നൂസേ, കളിക്കുന്നോള്. കൈ കളിക്കല്ലേ? പ്രാന്തിയാ? കാക്കയ്ക്ക് പോലും വേണ്ടാത്ത തന്റെ കൂടെ സിനിമയ്ക്ക് വന്ന ഞാൻ പ്രാന്തിയാണ് അല്ലേ ചേട്ടാ? കപ്പലണ്ടി വർക്കണ ചട്ടകം പോലെ ഇരിക്കണം നിന്റെ കൂടെ ഒക്കെ സിനിമയൊക്കെ വന്നപ്പോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാരുടെ പൈസ? എനിക്കറിയാവാ. ഇതാരുടെ ഫോട്ടോ? ആണേ ചേട്ടാ, ഇത് നോക്ക്. ഇത് ഇങ്ങേരുടെ ഫോട്ടോ ആണ്. ഇങ്ങേരുടെ ഐഡി കാർഡ്. ഇതും തന്ന് 2 ടിക്കറ്റ് എടുക്കാൻ ഇയാൾ എന്നെ പറഞ്ഞു വിട്ട്. ഇപ്പൊ ടിക്കറ്റ് കൊണ്ടുവന്നപ്പോ ഇയാൾക്ക് അറിയത്തില്ലെന്നാ. ചേട്ടാ ഇത് പുള്ളിയാണല്ലോ. ആണേ. ചേച്ചി ചേച്ചി നോക്കേ. എന്റെ ഭാര്യയുടെ എന്റെ പേഴ്സ് കാണിക്കണോ? എന്റെ ഭാര്യയുടെ എന്റെ പേഴ്സ് കാണിക്കണോ? ചേട്ടന്റെ ഭാര്യ എന്റെ ഭാര്യ എടുത്ത് കാണിക്കണ്ടല്ലോ. ചേട്ടാ നീ ആരാടി? ഞാൻ ആശാ വർക്കർ. എനിക്കറിയാം. കൊച്ചമണി. എന്റെ ഭർത്താവായിട്ട് നിനക്ക് എന്താടി ബന്ധം? അത് എനിക്ക് വർക്കില്ലാത്തപ്പോ ഈ ചേട്ടൻ എന്നെ വിളിക്കും. ഞങ്ങൾ രണ്ടും കൂടി ഈ തിയേറ്ററിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമ കാണാറില്ലേ? അയ്യോ ചേട്ടാ, നമ്മള് ബാഹുബലി ഈ തിയേറ്റർ 7 പ്രാവശ്യം കണ്ടോ? 7 പ്രാവശ്യം? 7 പ്രാവശ്യം ബാഹുബലി ഉണ്ടെന്ന് എനിക്ക് അതിന്റെ കഥ പോലും ഓർമ്മയില്ല. നീ സിനിമ കാണാൻ പറ്റല്ലോ, കഥ ഓർക്കാൻ. മുതുക്കാ, നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് എടാ, സ്വന്തം ഭാര്യനെ ഉപയോഗിച്ചിട്ടും അന്യവന്റെ ഭാര്യയായിട്ട് സിനിമാ തിയേറ്ററിൽ വരാൻ തനിക്ക് നാണം ഉണ്ടോ? ഒന്നുമില്ല, തന്റെ മക്കള് ചിഞ്ചുനും മിഞ്ഞുനെ കുറിച്ച് താനെ കൊടുത്തോ. നമ്മൾ മാന്യന്മാർ ഇതിൽ ഇടപെടണം. എങ്ങോട്ടാ കത്തി കയറി പോണം? അയാളുടെ ഭാര്യയായിട്ടാ നീ സിനിമയ്ക്ക് വന്നേക്കണം. തനിക്ക് എന്തിനാണ്? എന്റെ സുലേന ചേച്ചി, ചേച്ചി ഒന്ന് കേൾക്കണോ? ഓരോ പുതിയ സിനിമ ഇറങ്ങുമ്പോഴും ഞാൻ ഇങ്ങനെ അടുത്ത് കെഞ്ചി പറയും,
മറന്നേക്കാണ് അത് ഓർമ്മിപ്പിക്കുന്നില്ല ആവശ്യമില്ല. അതൊക്കെ പോട്ട് കേട്ട് ഇതൊന്നുമല്ല പ്രശ്നം. നേരം വെളുത്ത് 4 മണിക്ക് എണീറ്റ് ഞാൻ 2 പൊതി ചോറുണ്ടാക്കും. ഒന്ന് എന്റെ ഭർത്താവിന്, മറ്റേത് എന്തിനാന്ന് ചോദിക്കുമ്പോ പറയും അനാഥാലയത്തിന് കൊടുക്കാനെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ബാഹുബലിയുടെ അനാഥാലയം ഈ നിൽക്കുന്ന ദേവസേനയാണ്. മനസ്സിലായി ചേച്ചി. നിങ്ങൾ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? നമ്മളെ മക്കളെ കുറിച്ച് ഓർമ്മിച്ചോ. നിങ്ങൾ ഡിവോഴ്സ് വേണം. എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്? നിർത്ത്. അതെ, എന്റെ കപ്പലട്ടി കച്ചവടത്തിന്റെ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വന്നേ. ഒരു കാര്യം ഉണ്ടായാലും രണ്ടുപേരും കറക്റ്റായിട്ട് ഒരു തിയേറ്ററിൽ തന്നെ വന്നല്ല. ഇത് ഞാൻ ഒരുപാട് കാണുന്നതാണ്. ഒരു കാര്യം ചെയ്യ്, കോംപ്രമൈസ് ചെയ്യ്. ടിക്കറ്റ് എടുത്തില്ലേ? രണ്ടുപേരും കൂടി സിനിമയ്ക്കോ? നിങ്ങൾ രണ്ടുപേരും കൂടി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി പോയി എന്തായാലും കണ്ടല്ല. വേറെ മെനക്കേട് കാശ് കിട്ടത്തില്ല. ഞാൻ പിന്നെ ആരോട് പോകും? മെനക്കേട് കാശ് അവളെ വിളിച്ചോണ്ട് പോകും. അല്ല, കുട്ടി അത് തീരുമാനം. അല്ല എനിക്ക് ആരായാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ആ, ഓക്കെയാണോ? ഓക്കെ. നമ്മളിത് എത്ര കാണാണ്. കൊച്ചമ്മണി പോയി, എന്റെ കൊച്ചമ്മണി പോയി. ഒരൊറ്റ കയറ്റുമതിനാ കൊച്ചമ്പണിയാ. കൊച്ചമ്മണി ഇവിടെ സ്വന്തം ഭാര്യ നിൽക്കുമ്പോ എനിക്കൊക്കെ നിങ്ങൾ ഒരുമിച്ച് പോ, ചെല്ലി പോ, ഉടനെ പോ. ഞാൻ പോകുന്നില്ല. ചേട്ടാ 2 ചിക്കൻ എടുത്തു കേട്ടാ. എടി, ഞാൻ വരുന്നില്ല നിന്റെ കൂടെ സിനിമയ്ക്ക്. നിങ്ങളെ പോ, സ്വന്തം ഭാര്യയല്ലേ, 2 ടിക്കറ്റ് ഇല്ലേ, നിങ്ങൾ പോ. എടോ, ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ 2 ടിക്കറ്റ് എന്ത് ചെയ്യും? ഞാൻ പോണില്ല, ഞാൻ വരുന്നില്ല. ഉറപ്പിച്ചാ പോണില്ലേ? ആ, ഉറപ്പിച്ച്. 2 ടിക്കറ്റ് ഉണ്ടാ? ഉണ്ട്. നിങ്ങൾ പോണില്ലല്ലോ? പിന്നെ ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ വരട്ടെ. കപ്പലണ്ടി.